ശ്രീകൃഷ്ണലീലാമൃതം. ജോസ്കോ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു ശ്രീകൃഷ്ണലീല. സമർപ്പിക്കുന്നത് ജോസ്കോ ജ്വല്ലേഴ്സ്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കൊച്ചി, തൃശൂർ, പാലക്കാട് ആൻഡ് ബാംഗ്ലൂർ. സമുദ്ര ഹെയർ ഓയിൽ, താരനും മുടികൊഴിച്ചിലുമില്ല, അകാല നരയ്ക്ക് ആയുർവേദ പരിചരണം. ബട്ടർഫ്ലൈ എമറാൾഡ് വാല്യൂ മിക്സഡ് ഗ്രൈൻഡർ, ഗുഡ് ഫോർ എ ലൈഫ് ടൈം. മാതൃഭൂമി വരിക്കാരാകൂ, സമ്മാന വർഷത്തിൽ പങ്കെടുക്കൂ. സൗഭാഗ്യമിനി നിങ്ങളുടെ വീട്ടിലും. വരൂ, അങ്ങോട്ടിരിക്കെ. ഞാൻ സിസ്റ്ററിനെ വിളിക്കാം. ഗുഡ് ഈവനിങ് സിസ്റ്റർ. ഗുഡ് ഈവനിങ്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ 5 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് സിസ്റ്റർ അല്ല, വേറൊരാളാ മദർ സുപ്പീരിയർ. ഞാൻ വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. എന്താ നിങ്ങളുടെ പേര്? വിമല ജോർജ്. ഇതെന്റെ മകൾ സാനിയ. ഏതാണ്ട് ഒരു 3 വർഷമായിട്ട് ഞങ്ങൾ സ്റ്റേറ്റ്സിലായിരുന്നു. ഇപ്പൊ തിരിച്ചു വന്നിട്ട് 2 മാസം കഴിഞ്ഞു. ഡോക്ടറാണോ? അതെ. വെഞ്ഞാറമൂട്ടിലെ ഹോസ്പിറ്റലിൽ? അവിടെ ആയിരുന്നു, ഇപ്പോഴല്ല. എന്നെ ഓർമ്മയുണ്ടോ ആവോ? ഞാൻ സിസ്റ്റർ ലീമ മരിയ. ഞാൻ ഓർക്കുന്നു. ഇരിക്കൂ. ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചറിയാൻ വേണ്ടിയാ. ധൈര്യമായി ചോദിച്ചോളൂ. 5 വർഷം മുമ്പ് ഒരു രാത്രി പുല്ലമ്പാറയിലെ ഒരു പള്ളി നടന്ന് എനിക്കൊരു പെൺകുഞ്ഞിനെ കിട്ടി. അന്ന് ഞാൻ സിസ്റ്റർ ലീമ പറഞ്ഞതുപോലെ അശ്വിനി ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കാറോടിച്ചു പോകുമ്പോഴാ പള്ളി നടന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും കുഞ്ഞിനെ കിട്ടിയതും. നായ കടിച്ച് കാലിന് പരുക്കുപറ്റിയ കുട്ടിയെ ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ ചികിത്സിച്ചതും ഞാൻ തന്നെയാ. പോലീസിൽ അറിയിച്ചതും ഞാൻ തന്നെയായിരുന്നു. വെഞ്ഞാറമൂട് പോലീസ് കുറെ അന്വേഷിച്ചെങ്കിലും കുഞ്ഞ് ആരുടേതാണെന്ന് ഒരു തെളിവും കിട്ടിയില്ല. ഒടുവിൽ ഞാനാ ഈ ഓർഫനേജിന്റെ കാര്യം പറഞ്ഞത്. കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയായിരുന്നു. സിസ്റ്റർ ലീമയ്ക്കറിയാം. എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പോലീസിന്റെ ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. കുഞ്ഞിനെ കൈമാറുന്ന രേഖയിൽ ഞാൻ സാക്ഷിയായി ഒപ്പുവെച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഉവ്വ. ഞാൻ വന്നത് ആ കുഞ്ഞിപ്പ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഇല്ല. കുട്ടിയെ മക്കളില്ലാത്ത ദമ്പതികൾ വന്ന് ദത്തെടുത്തുകൊണ്ട് പോയി. എത്ര വർഷമായി? ഏകദേശം 5 വർഷത്തോളമായി. എവിടെയുള്ള ദമ്പതികളാ കൊണ്ടുപോയത്? അത് പറയാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അവരുടെ അഡ്രസ് പറയുന്നതിൽ എന്താ തടസ്സം? അഡോപ്ഷൻ ഡീഡിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണത്. ആ കുട്ടിയെ രക്ഷിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച എന്നോടും പോലീസിനോടും സത്യാവസ്ഥ തുറന്നു പറയാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? ഇല്ല. കുട്ടിയെ നിങ്ങൾ അനധികൃതമായി വിദേശത്തേക്ക് കടത്തിയെന്നോ വിറ്റ് കളഞ്ഞുവെന്നോ ആരെങ്കിലും ഒരു പരാതി നൽകുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് കോടതിയിൽ സത്യാവസ്ഥ ബോധിപ്പിക്കേണ്ടി വരില്ലേ? അത് ഞങ്ങളുടെ അഡ്വക്കേറ്റ് നോക്കിക്കൊള്ളൂ. നിയമവിരുദ്ധമായി ഞങ്ങൾ യാതൊന്നും ചെയ്തിട്ടില്ല. അതിനാൽ
ഞങ്ങൾക്ക് പോലീസിനെയോ കോടതിയെയോ ഭയപ്പെടേണ്ട കാര്യവുമില്ല. കുഞ്ഞിന്റെ പെറ്റമ്മ വന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിപ്പോ എവിടെയുണ്ടെന്നെങ്കിലും പറയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ലേ നിങ്ങൾക്ക്? ഇല്ല, ഒരനാഥ ശിശുവിനെയാണ് ഞങ്ങൾ ഏറ്റെടുത്തതും ദത്തുകൊടുത്തതും. വേറെ വല്ലതും അറിയാനുണ്ടോ? ഇല്ല. ഇത്രയും വിവരങ്ങൾ തന്നതിന് നന്ദി. നമുക്ക് പോകാം മോളെ. പോട്ടെ. ഉം. മനുഷ്യന്റെ നീതിക്കും വ്യവസ്ഥയ്ക്കും അപ്പുറത്ത് ദൈവനീതി എന്നൊന്നുണ്ടല്ലോ. അത് നിശ്ചയിക്കട്ടെ. കുഞ്ഞിന്റെ പെറ്റമ്മയ്ക്ക് അതിന്റെ മേൽ അവകാശമുണ്ടോ എന്ന്, അതോ പോറ്റമ്മയ്ക്കാണോ എന്ന്, അല്ലേ? നിന്റെ അടുത്തെത്തുവാൻ എന്തിനും എന്റെ അനുമതി വേണം. കാറ്റാകട്ടെ വെളിച്ചമാകട്ടെ എന്തും എന്നോട് ചോദിച്ചിട്ടേ നിന്റെ അരികിലെത്തൂ. അതുകൊണ്ട് നിന്റെ ആദ്യ സ്നാനത്തിനായി അനുമതി നൽകിയിരിക്കുന്നത് ജോൺസൺസ് ബേബി ടോപ്പ് ടു ടോ വാഷിന് മാത്രം. കാരണം നിന്റെ ലോലമായ ചർമ്മത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണത്. ശുദ്ധജലം പോലെ സൗമ്യം. ജോൺസൺസ് ബേബി ടോപ്പ് ടു ടോ വാഷ്. കുഞ്ഞിന്റെ ആദ്യത്തെ കുളി നടക്കട്ടെ. ഇപ്പോൾ 2 രൂപ ഇളവ് നേടൂ ഓരോ ചന്ദ്രിക 75 ഗ്രാം ഡബിൾ പാക്ക് വാങ്ങുമ്പോഴും. NIDO മമ്മി നീഡോ എന്താ? പാലാണോ? വെറും പാലല്ല, പാൽ പ്ലസ് കൂടുതൽ. എന്തെന്നാൽ ഇതിലുണ്ട് കാൽഷ്യവും വൈറ്റമിൻ ഡിയും പോലുള്ള 25 അവശ്യ പോഷകങ്ങൾ നിന്റെ ശക്തമായ എല്ലുകൾക്ക് വേണ്ടി. അവതരിപ്പിക്കുന്നു പുതിയ നെസ്ലെ നീഡോ. ഇതിലുണ്ട് വൈറ്റമിൻ ഡി. അത് കാൽഷ്യത്തെ എല്ലുകളിൽ ശേഖരിച്ച് അവയെ കൂടുതൽ ബലമുള്ളതാക്കുന്നു. മഴക്കാലത്ത് ദിവസേനയുള്ള ജോലികൾ നിലയ്ക്കുന്നില്ല, അതുപോലെ രോഗാണുക്കളും. എന്റെ ഡെറ്റോൾ ഏത് കാലാവസ്ഥയിലും ആരോഗ്യമേകുന്നു. വീട് തോറും ഡെറ്റോൾ എന്തെല്ലാം തന്നെ ചെയ്യുന്നില്ല, നിങ്ങളുടെ ഡെറ്റോൾ എന്തെല്ലാം ചെയ്യുന്നു. ഡെറ്റോൾ IMA ശുപാർശ ചെയ്യുന്നത്. Why so much? Everywhere. Yummy food. ആഹാരം പകുതി കഴിച്ചാൽ പോഷണവും പകുതിയും ലഭിക്കും. ബാക്കി നാളെ. അതിനാലാണ് ജൂനിയർ ഹോർലിക്സ്. ഇതിലുണ്ട് അയൺ, കാൽഷ്യം, വിറ്റമിൻസ്, പ്രോട്ടീൻ, ഒപ്പം അവശ്യ മിനറൽസും. ജൂനിയർ ഹോർലിക്സ് ഇപ്പോൾ A to Z പോഷണം ദിനവും. ഇപ്പോൾ 2 രൂപ ഇളവ് നേടൂ ഓരോ ചന്ദ്രിക 75 ഗ്രാം ഡബിൾ പാക്ക് വാങ്ങുമ്പോഴും. സ്വാഭാവികമായും അന്നത്തോടെ അവർ കേസ് ഉടപ്പാൻ തുടങ്ങി. സ്വന്തം നിലനിൽപ്പിന് സൽപ്പേരിനും കളങ്കം ചേർത്താൻ ഈ രാജേഷ് നിങ്ങളുടെ ആരാ? അരുന്ധതി മാഡം മിനിസ്റ്ററെ വെടിവെക്കുന്നത് ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10 മണിക്ക് നമ്മുടെ ഏഷ്യാനെറ്റിൽ രഹസ്യം, ദ ട്രൂത്ത് അൺനോൺ. വിജയ ലിവിംഗ് അവതരിപ്പിക്കുന്നു രഹസ്യം. സമർപ്പിക്കുന്നത് വിജയ ലിവിംഗ്.